ദത്തുപുത്രി. എടുത്തു വളർത്തിയ അച്ഛനും അമ്മയും രണ്ടു വഴിക്ക്. പോക്സോ കേസ് അതിജീവിത. ജീവിതത്തിന്റെ എല്ലാ വിഷമഘട്ടത്തിലൂടെയും കടന്നുപോയവളായിരുന്നവൾ. 17-ാം വയസ്സിൽ പീഡനത്തിനിരയായതിൽ നിന്ന് അതിജീവിച്ചു വരുമ്പോൾ ക്രൂരതയുടെ അതിദാരുണമായ മരണത്തിനാണ് ചോറ്റാനിക്കരയിലെ 19-കാരി കീഴടങ്ങിയിരിക്കുന്നത്. വേദനയുടെ എല്ലാ തലങ്ങളിലൂടെയും അവൾ കടന്നു പോകുന്നത് സുഹൃത്തായ അനൂപ് കണ്ടുനിന്നു. സ്നേഹിച്ചവളെ അതിക്രൂരമായി വേദനിപ്പിച്ച് മരണപ്പെട്ടുവെന്ന് കരുതി അവൻ പടിയിറങ്ങുകയായിരുന്നു. അവൾ അനുഭവിച്ച ക്രൂരതയെ എത്തരത്തിൽ വിവരിക്കണമെന്ന് വാക്കുകളില്ല. 25-ന് രാത്രി പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് കിട്ടാതായതോടെയാണ് അനൂപ് കുട്ടിയുടെ വീട്ടിലേക്ക് എത്തിയത്. പെൺകുട്ടി വാതിൽ തുറന്ന ഉടൻ ആരോടാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മർദ്ദിക്കുകയായിരുന്നു. പിടിച്ചു തള്ളി തെറിച്ചു വീണ പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് നിർബന്ധിച്ചു. സമ്മതിക്കാത്തതിനാൽ വീണ്ടും മർദ്ദിച്ചു. തലയിൽ ചുറ്റിക കൊണ്ട് ക്രൂരമായി അടിച്ചു. ഇതിലുണ്ടായ മനോവിഷമത്തിൽ പെൺകുട്ടി ഷോൾ കഴുത്തിൽ കുരുക്കി ഫാനിൽ തൂങ്ങി ആത്മഹത്യക്ക് ശ്രമിച്ചപ്പോൾ പോയി ചത്തോ എന്ന് പറഞ്ഞ് അവൻ ആക്രോശിച്ചു. മരണവെപ്രാളത്തിൽ പിടയുന്നത് കണ്ട പെൺകുട്ടിയെ ഷോൾ മുറിച്ച് നിലത്തിടുകയും ശബ്ദം പുറത്തു വരാതിരിക്കാൻ ശ്വാസം മുട്ടിക്കുകയും ചെയ്തു. ചുറ്റുക ഉപയോഗിച്ച് ദേഹമാസകലം മർദ്ദിച്ചു. മരണപ്പെട്ടുവെന്ന് കരുതി രാവിലെയോടെയാണ് പ്രതിയായ അനൂപ് പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് പോകുന്നത്. 26-ന് ഉച്ചയോടെയാണ് പെൺകുട്ടിയെ തിരക്കി ബന്ധുവെത്തുന്നതും അവശയായി അർദ്ധനഗ്നയായി കുട്ടിയെ കണ്ട് ആശുപത്രിയിൽ എത്തിക്കുന്നതും. കഴുത്തിൽ കയർ മുറുക്കിയതുപോലുള്ള പാടുണ്ടായിരുന്നു. കയ്യിലെ മുറിവിൽ ഉറുമ്പരിച്ചിരുന്നു. പെൺകുട്ടിക്ക് മറ്റൊരു യുവാവുമായി സൗഹൃദമുണ്ടോ എന്ന് പ്രതിക്ക് സംശയം തോന്നിയതിന്റെ പേരിലായിരുന്നു ഈ ആക്രമണങ്ങൾ അത്രയും. തന്റെ സുഹൃത്തായിരുന്ന പെൺകുട്ടി മറ്റു സുഹൃത്തുക്കളോട് ഫോണിൽ സംസാരിക്കുന്നത് പോലും അനൂപിന് ഇഷ്ടമില്ലായിരുന്നു. ലഹരി കേസുകളടക്കം 5ഓളം കേസുകളിൽ പ്രതിയായ അനൂപിനെ ഇൻസ്റ്റഗ്രാമിലൂടെയായിരുന്നു പെൺകുട്ടി പരിചയപ്പെടുന്നത്. ഈ ആൺസുഹൃത്തുമായുള്ള സൗഹൃദത്തെ അമ്മ കർശനമായി എതിർത്തിരുന്നു. മാത്രമല്ല, പെൺകുട്ടിയെ കാണാൻ വരുന്നതുമായി ബന്ധപ്പെട്ട് അയൽപക്കത്തുള്ളവരുമായും അനൂപ് തർക്കത്തിലേർപ്പെട്ടിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച അന്നു മുതൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ മാത്രം ശ്വസിച്ചിരുന്ന പെൺകുട്ടിയിൽ നിന്ന് മൊഴി രേഖപ്പെടുത്താൻ പോലീസിന് സാധിച്ചിരുന്നില്ല. CCTVയിൽ നിന്ന് ലഭിച്ച ദൃശ്യത്തിൽ അനൂപ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് രാത്രി കയറി വരുന്നത് വ്യക്തമായിരുന്നതിനാൽ പ്രതിയെ മനസ്സിലാക്കാൻ അധിക സമയം വേണ്ടി വന്നിരുന്നില്ല പോലീസിന്. എന്നാൽ എന്തിനു വേണ്ടിയായിരുന്നു ഇത്ര ക്രൂരത ആ പെൺകുട്ടിയോട് കാണിച്ചതെന്ന് അവ്യക്തമായി തുടരുകയായിരുന്നു. അനൂപിന്റെ മൊഴികളിൽ നിന്ന് തന്നെ അത്രയേറെ വ്യക്തമാണ് വാക്കുകൾക്കപ്പുറമുള്ള ക്രൂരതകൾക്കാണ് അവൾ ഇരയായതെന്ന്. അവൾ അനുഭവിച്ച വേദന എത്ര ദുസ്സഹമായിരുന്നിരിക്കണം. 6 ദിവസം മരണത്തോട് മല്ലടിച്ച് ഒടുവിൽ വേദനകളില്ലാത്ത ലോകത്തേക്ക് അവൾ യാത്രയായിരിക്കുന്നു.